ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് അവർ ജേണി ബ്ലോഗ്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനെൻ്റെ വൈഫ് ഇപ്പോൾ സാധാരണ ഒപ്പം ഉണ്ടാവാറില്ല, ആള് വീഡിയോ എടുക്കണം. പാലക്കാട് ജില്ലയിലെ തനിമ ഫാം ലൈഫിലാണ് ഞങ്ങൾ വന്നിട്ടുള്ള ട്രിപ്പ് കേച്ചേരിനാണ്. കേച്ചേരിയിൽ കുറേ ടീമുകളായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പരിചയമുള്ള കുറേ ടീമുകൾ പല സ്ഥലത്ത് ശ്രീകൃഷ്ണ കോളേജിൽ പഠിച്ചിട്ടുള്ള പിള്ളേരൊക്കെ. അപ്പോൾ അവർ ട്രിപ്പായിട്ട് അവർ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ പെർ ഹെഡ് വരുന്നത് ഏറ്റവും താഴ്ന്ന റേറ്റാണ് 1990 പെർ ഹെഡ്. ഇതിൽ കൂടി വരുന്നുണ്ട് റേറ്റ് സംതിങ്. ഇതിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക ആക്ടിവിറ്റി ഇതിൽ ഇൻക്ലൂഡാണ്. അതിൽ ഉണ്ട്, അതുമാതിരി സൈക്ലിംഗ് ഉണ്ട്, അതുമാതിരി പൈന്തന്നെ നമുക്ക് ഇവിടെ വയ്ക്കാം. ഫിഷിംഗ് ഉണ്ട്. ഫിഷിംഗ് മീൻസ് ഫിഷറുകളൊപ്പം നമുക്ക് പലതും ചെയ്യാം. അതുപോലെ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ മനോഹരമായിട്ടാണ് നമ്മുടെ പഴമേരിക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ടുപോകും എല്ലാവരെയും. ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റും. ഈ കിണർ അതേപോലെ നോക്കി ഓരോന്നും നമ്മുടെ പഴമയെ നമ്മളെ പുതിയ തലമുറയ്ക്ക് ഇന്നലെ പറയില്ല, നമ്മളെ പഴയ തലമുറയ്ക്കൊക്കെ ഇതൊരു നൊസ്റ്റാൾജിയ ആണ്. അത് സംശയില്ല. ഈ കാളവണ്ടിയിലൊക്കെ ഇതൊക്കെ കാണാൻ വളരെ അപൂർവമാണ്. ഇപ്പോൾ തമിഴ്നാട് ഭാഗങ്ങളൊക്കെ ചില ഭാഗത്തൊക്കെ ഉണ്ട്. കണ്ടില്ലേ, നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ മാവിൽ കല്ലെറിയും, കട്ട് പൊട്ടിക്കും, മാങ്ങ. ഇത് മാങ്ങയല്ല നാട്, വേറെന്തോ തോന്നുന്നു. സ്കൂൾ കുട്ടികളെ പൊട്ടിക്കാൻ കണ്ടില്ലേ, അതിമനോഹരമായിട്ട്. ഇതൊക്കെ നാട്ടുമ്പുറം, നമ്മുടെ ചായക്കട, അതുപോലെ അവിടെ കുമ്പാരം കലം ഉണ്ടാക്കും. കലല്ല, എന്തൊരു മണ്ണുകൊണ്ടെല്ലാം ഉണ്ടാക്കുള്ളൂ. വളരെ അതിമനോഹരമായിട്ടുള്ളത്. ഫോറസ്റ്റായിട്ടിൻ്റെയും ഫെസ്റ്റിവൽ ഇവിടെ വർഷത്തിൽ എപ്പോഴൊക്കെയാണ് നടക്കുന്നത് കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മകർ സംക്രാന്തി. ഇത് ഓൾ ഓവർ ഇന്ത്യ ജനുവരി 14. അത് ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ഡേറ്റാണ് ജനുവരി 14. പിന്നെ വന്നിട്ടുള്ളത് ചുംപ. ഇതെന്നെ ഉച്ചരിക്കാൻ നമുക്കറിയില്ല. CHUMPH ചുംപ എന്ന് തോന്നുന്നു. ഇത് ഏത് സ്റ്റേറ്റ് വെച്ചത്? മണിപ്പൂരിൻ്റെ ആണ്. ഇത് മണിപ്പൂരിൻ്റെ ആണ്. ഇവർ ഇത് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഡേറ്റല്ല, മാസം ഡിസംബറാണ്. അതേപോലെ തന്നെ ഇതാ വരുന്നു നമ്മുടെ ഓണം. നമ്മുടെ ഓണം പിന്നെ പറയേണ്ട ആവശ്യമില്ല ആരോടും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വിഷു. അതും ആരോടും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം, അതെടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് പൊങ്കലാണ്. പൊങ്കൽ വരുന്നത് ജനുവരിയിൽ. അത് കൂടുതൽ ആഘോഷിക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. സെലിബ്രിറ്റി ഉണ്ട്. തമിഴ്നാട്, ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഡ്യൂറിങ് ജനുവരിയിൽ. ഇതെടുത്ത് പറയാൻ വെച്ചാൽ ചിലപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് വീഡിയോ എഴുതി വെച്ചത്, വീഡിയോൻ്റെ അടിയിൽ എഴുതി ചിലപ്പോൾ ആൾക്കാർക്ക് വായിക്കാൻ പറ്റില്ലെങ്കിൽ വെച്ചിട്ടാണ് ഞാൻ പറയേണ്ടത് കേട്ടോ. ഇത് പറയുന്നത് ബൈക്കോ. ഇത് ആസാമിൻ്റെയാണ് കേട്ടോ. ആസാം റാബ ട്രൈബേഴ്സിൻ്റെയാണ്. എവറി ഇയർ ഇൻ ജൂണിൽ. ആസാം. പിന്നെ വരുന്നത് ഇതത്ര ക്ലിയറായിട്ട് കാണുന്നില്ല. ഇവിടെ ഈ മുളകാണ് മൂടി നിൽക്കുകയാണ്. ഇത് ഡ്രീ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവലാണ്. DREE എന്തായാലും ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യണം. ഇത് വരുന്നത് അരുണാചൽ പ്രദേശിൻ്റെയാണ്. ഇത് ജൂലൈയിൽ വരുന്നത് കേട്ടോ. അരുണാചൽ പ്രദേശ് DREE ഫെസ്റ്റിവലിൻ്റെ പേരട്ടാ തോന്നുന്നു. ഫെസ്റ്റിവലിനെ ഇത് ആർച്ചിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി അടിച്ച് തളർന്നിരിക്കാം ആള്. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ ഇതുവരെ പറയേണ്ട ആവശ്യമില്ല. ഇതെനിക്ക് തോന്നുന്നത് ഈ ഫാമിൻ്റെ ഓണറാണെന്ന് തോന്നുന്നു. സംശയമുണ്ട് കേട്ടോ, ഡൗട്ടാണ്. കാരണം
അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളോട് ചെമ്മീൻ എഴുതിച്ചില്ലേ, ഇത് പഴയ ഒരു ഫോട്ടോ വരച്ച് വെച്ചിട്ടുള്ളതാണ് തോന്നുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഞാൻ ചോദിച്ചിട്ട് പറയാം ഞാൻ കേട്ടോ. ഞങ്ങളിപ്പോൾ തനിമ ഫാമിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇവിടെ നമുക്ക് ഡ്രൈവേഴ്സിനൊക്കെ ഉള്ളിലേക്ക് ഫ്രീ ആണ് ഇവിടെ കേട്ടോ. മറ്റുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ പറ്റില്ല, ജസ്റ്റ് അവരുടെ വണ്ടിയിൽ നമ്മൾ കൊണ്ടുപോയി കാണിക്കും ഡ്രൈവേഴ്സിന്. അതിന് ഫീസ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ അവരുടെ ചെറിയ ഇലക്ട്രിക് വണ്ടികളാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ സമയം 4 മണി മുതലാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ഏതൊരു ലോകത്ത് പോയ പോലെ കേട്ടോ. ഒരു ചൂടില്ല, എന്താ പറയുക, ഈ ഊട്ടിയിലൊക്കെ പോയി ചെറിയ കുളിർമ. സത്യം പറയാം കേട്ടോ, എന്തൊരു വേറൊരു ലോകത്ത് പോയ പോലെ തന്നെയാണ്. അത് നമ്മൾ ജസ്റ്റ് പോകുമ്പോൾ കയ്യിലെടുത്ത് കൊടുക്കും. അതുപോലെ ബേർഡ്സ് ഒക്കെ കയ്യിലെടുത്ത് ഫീഡ് ചെയ്യാം. ഇത് കുട്ടികളുടെ പാർക്കാണ്, കിഡ്സ് പാർക്ക് കേട്ടോ. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്ന് ശരിക്കും നോക്കിയാൽ നമ്മുടെ നാട്ടിലത്തെ കവുങ്ങുന്തോ തോട്ടം, നമ്മുടെ നാട്ടിലത്തെ കവുങ്ങുന്തോട്ടം പോലെ ആയിരിക്കുന്നുണ്ട് ഈ ഉൾവശം കാണുമ്പോൾ. ഒരുപാട് ഇനം മാവുകൾ ഒക്കെ ഉണ്ട് ഇവിടെ. തനിമ ഫാമിൻ്റെ ഉൾവശമായി കാണുന്നത് കേട്ടോ. നേരെ കാണുന്നത് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമാണ്. ഇതൊക്കെ നമ്മുടെ പാക്കേജിൽ പറഞ്ഞതാണ്. ഈ 1890 എന്ന് പറഞ്ഞ പാക്കേജിൽ പോയിട്ടില്ല, ഒന്നും കൂടി ഹൈ പാക്കേജിൽ 3-4 ഐറ്റം പാക്കേജിൻ്റെ കൂടെ. ഇതിലുള്ള ജിംസ് ഉണ്ട്, ഇൻഡോർ ഗെയിം ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഈ കാണുന്നതിൻ്റെ ഉള്ളിലാണ്. സ്വിമ്മിംഗ് പൂള്, അതുമാതിരി ക്യാമ്പ് ഫയർ, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. എൻ്റെ ഒപ്പം ഞാൻ ബസ് ഡ്രൈവർ, എൻ്റെ ഒപ്പം എന്തൊരു സാറുണ്ടായിരുന്നു. അപ്പം സാറിനുണ്ട് വൈഫല്ലേ? ഇത് വൈഫാണ്, സാറിൻ്റെ വൈഫാണ്. അപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തൊക്കെ എടുക്കാനായിട്ട് വന്നാണ്. യാത്ര സാർ എങ്ങനെയാണ്? വണ്ടി യാത്ര കംഫർട്ടല്ലേ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞങ്ങൾ അവിടെ കസ്റ്റമറെ കാത്ത് നിൽക്കണം. ഇതേ നമ്മുടെ കിളി നിൽക്കണം. ആ കിളി എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട് കേട്ടോ. ശരിക്കും ഓണറാണ്, RC ഓണർ. അപ്പോൾ യാത്രക്കാർക്കൊക്കെ നമ്മുടെ വണ്ടി യാത്രയൊക്കെ വളരെ ഇഷ്ടമെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ സത്യാവസ്ഥ ആണല്ലോ നമ്മൾ വണ്ടിയിൽ വരുന്ന പാസഞ്ചേഴ്സിന്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർ പറയുമ്പോൾ നമുക്കറിയുള്ളൂ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും അപാധകൾ, വണ്ടി ചാട്ടമുണ്ടോ. ഇതവർക്കുള്ള യാത്രകൾ എല്ലാവരും പറഞ്ഞിട്ടില്ല. വണ്ടി നല്ല കംഫർട്ടാണ്, കാറിൽ പോകുന്നൊരു ഫീലാണെന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കസ്റ്റമറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ.